Hello everyone, welcome to my new video. In this video, I am going to discuss about consumer under Consumer Protection Act. For the purpose of understanding this concept, we are discussing 4 important points. Who is the consumer, what are goods, what are services, and who is not a consumer. We will start with who is a consumer. കൺസ്യൂമർ എന്ന വേർഡിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കൺസ്യൂമറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഈ സെക്ഷൻ്റെ അകത്ത് വന്നാൽ മാത്രമേ കൺസ്യൂമർ കമ്മീഷനിൽ നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ കൺസ്യൂമർ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 2(7) ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. സോ സെക്ഷൻ 2(7) നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു ബൈസ് എനി ഗുഡ്സ് ഓർ ഹു അവെയിൽസ് എനി സർവീസസ് ഫോർ എ കൺസിഡറേഷൻ. അപ്പം കൺസിഡറേഷൻ കൊടുത്ത് ഗുഡ്സ് വാങ്ങിക്കുകയോ സർവീസ് അവെയിൽ ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തികളെല്ലാം തന്നെയും കൺസ്യൂമറായിട്ട് മാറും. സോ ദർ ആർ 2 types ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമർ ഫോർ സർവീസ് ആൻഡ് കൺസ്യൂമർ ഫോർ ഗുഡ്സ്. കൺസിഡറേഷൻ പണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണം എങ്ങനെയൊക്കെ കൊടുക്കാം? പണം മുഴുവൻ കൊടുത്താൽ മാത്രമേ ഞാൻ കൺസ്യൂമർ ആകുള്ളൂ, അതോ പകുതി കൊടുത്തു പിന്നെ ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൺസ്യൂമർ ആകുമോ? അതാണ് സെക്കൻഡ് പോയിന്റിൽ അഡ്രസ്സ് ചെയ്യുന്നത്. വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ് ആൻഡ് പാർട്ട്ലി പ്രോമിസ്ഡ് ഓർ അണ്ടർ എനി സിസ്റ്റം ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. അപ്പം ഫുള്ളി പെയ്ഡ് ആകാം, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരിക്കുന്നതാകാം, അല്ലെങ്കിൽ പാർട്ട്ലി പേ ചെയ്തിട്ടുണ്ട്, പാർട്ട്ലി പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഓർ വേറെ ഏത് തരത്തിലുള്ള പേയ്മെൻറ്റും ആയിക്കോട്ടെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യുകയാണ് പ്രാധാന്യം. ദെൻ മറ്റൊരു കാറ്റഗറി കൂടെ കൺസ്യൂമറായിട്ട് കണക്കാക്കാം. ആരാണവർ? ഓൾസോ ഇൻക്ലൂഡ്സ് ദ യൂസർ ഓഫ് സച്ച് ഗുഡ്സ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ഓഫ് സച്ച് സർവീസസ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ ബയർ ആയിരിക്കണം അവർ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇഫ് എ പേഴ്സൺ യൂസസ് ഓർ അവെയിൽസ് ദ സർവീസ് ഓർ ബെനിഫിഷ്യറി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സർവീസ് who uses with the approval of the original buyer is also a consumer. So കൺസ്യൂമർ ഫോർ ഗുഡ്സ് പറഞ്ഞ സ്ഥിതിക്ക് വാട്ട് ആർ ഗുഡ്സ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ഗുഡ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2(21) ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. സോ സെക്ഷൻ 2(21) അനുസരിച്ച് എന്തൊക്കെ ഗുഡ്സ് ആകും, ഞാൻ എന്തൊക്കെ വാങ്ങിച്ചാൽ കൺസ്യൂമർ ഫോർ ഗുഡ്സ് ആകും? ഗുഡ്സ് മീൻസ് എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, ഏത് തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ചാലും വരും. ആൻഡ് ദാറ്റ്സ് ഇൻക്ലൂഡ്സ് ഫുഡ് ഓൾസോ. അപ്പോൾ ആ ഫുഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫുഡ് സേഫ്റ്റി ആക്ട് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കണം ഫുഡ് സേഫ്റ്റി ആക്ട് ആണ്. ഫുഡ് സേഫ്റ്റി ആക്ടിൽ അനുസരിച്ച് എന്തൊക്കെ ഫുഡ്സ് അതിൻ്റെ അത് പറയുന്നുണ്ട്? ഫുഡ് മീൻസ് എനി സബ്സ്റ്റൻസസ് വെദർ പ്രോസസ്ഡ്, പാർഷ്യലി പ്രോസസ്ഡ് ഓർ അൺപ്രോസസ്ഡ് വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് ഇൻറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫുഡ്സും അതിൻ്റെ അകത്ത് വരും. ഇനി വരാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ any animal feed or live animals unless they are prepared or processed for placing on market for human consumption. ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് വരാത്തതുള്ളൂ. ഒരു കാറ്റഗറി ഉണ്ട് പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ്, ഡ്രഗ്സ് ആൻഡ് മെഡിക്കൽ പ്രോഡക്ട്സ്, കോസ്മെറ്റിക്, നാർക്കോട്ടിക് ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. നമുക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്കിനി കൺസ്യൂമറിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ കൺസ്യൂമർ ഫോർ സർവീസ് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് സർവീസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സർവീസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2(42) ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പം അതനുസരിച്ചിട്ട് സർവീസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ വിച്ച് ഈസ് മെയ്ഡ് അവൈലബിൾ ടു പൊട്ടൻഷ്യൽ യൂസേഴ്സ് ഈസ് എ സർവീസ്. അപ്പം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു എന്ന് പറഞ്ഞ് കുറച്ചധികം സർവീസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാങ്കിങ്, ഫിനാൻസിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, പ്രോസസ്സിംഗ്, supply of electrical or other energy, telecom, boarding, lodging, housing construction, entertainment, amusement, news or other informations എല്ലാം ഇതിൻ്റെ അകത്ത് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് വരാത്തത് എന്ന് നോക്കുന്നതായിരിക്കും പ്രധാനം. അപ്പം സെക്കൻഡ് പോയിന്റിൽ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ റെൻഡറിങ് ഓഫ് എനി സർവീസസ് ഫ്രീ ഓഫ് ചാർജ്. ഫ്രീ ഓഫ് ചാർജിന് വാങ്ങിക്കുന്ന ഒന്നും തന്നെ വരില്ല എന്ന് സർവീസിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺസ്യൂമറിലും പറഞ്ഞിട്ടുണ്ട് കൺസിഡറേഷൻ പ്രധാനമാണെന്ന്. അതുപോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ഓഫ് ചാർജ് ആയിട്ടുള്ള സർവീസസ് ഒന്നും സർവീസിലും കണക്ക് കൂട്ടില്ല എന്ന് സർവീസിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് പേഴ്സൺ സർവീസ്. കോൺട്രാക്ട് ഓഫ് പേഴ്സൺ സർവീസും കോൺട്രാക്ട് ഫോർ പേഴ്സൺ സർവീസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. കോൺട്രാക്ട് ഓഫ് പേഴ്സൺ സർവീസിൽ അവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പാണ്. എംപ്ലോയർ പറയുന്നതനുസരിച്ചിട്ടാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്നത്. പക്ഷേ കോൺട്രാക്ട് ഫോർ പേഴ്സൺ സർവീസ് ആണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണലെയാണ് കോൺട്രാക്റ്റിൽ എടുക്കുന്നത്. അവർ അവരുടെ നോളജ് അനുസരിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ സർവീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സർവീസായിട്ട് കണക്കാക്കും. സോ കോൺട്രാക്ട് ഫോർ പേഴ്സൺ സർവീസ് ആണ് ഇത്, കോൺട്രാക്ട് ഓഫ് പേഴ്സൺ സർവീസ് അല്ല എന്ന് പ്രൂവ് ചെയ്യുകയാണ് പ്രധാനം. ഓക്കെ, സോ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലായി? ഹു ഈസ് എ കൺസ്യൂമർ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എ പേഴ്സൺ ഹു ബൈസ് എനി ഗുഡ്സ് or avails any services for consideration is a consumer. ആ കൺസിഡറേഷൻ്റെ പാറ്റേൺ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഫുള്ളി പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ് ഓർ പാർട്ട്ലി പ്രോമിസ്ഡ് ഓർ അണ്ടർ എനി സിസ്റ്റം ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. പിന്നെ ആരും കൂടെ വരും? ഓൾസോ ഇൻക്ലൂഡ്സ് ദ യൂസർ ഓഫ് സച്ച് ഗുഡ്സ് ഓർ ബെനിഫിഷ്യറി ഓഫ് സച്ച് സർവീസസ് ഇഫ് ദേ അവെയിൽസ് ദാറ്റ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ ഒറിജിനൽ ബയർ. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൺസ്യൂമർ ആരാണെന്ന് മനസ്സിലായി. ഇനി
നമ്മൾ പഴയ ആക്റ്റിലില്ലാതെ പുതിയ ആക്റ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ കാര്യമാണ് ദ ബൈസ് എനി ഗുഡ്സ് ഓർ ഹയേഴ്സ് ഓർ അവെയിൽസ് എനി സർവീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ മാത്രമല്ല ഓൺലൈൻ ട്രാൻസാക്ഷനിൽ കൂടി അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ ഇലക്ട്രോണിക് മീൻസ് വഴിയോ ടെലിഷോപ്പിംഗ് വഴിയോ ഡയറക്റ്റ് സെല്ലിംഗ് വഴിയോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വഴിയോ നമ്മളൊരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മൾ കൺസ്യൂമറായിട്ട് മാറും. സോ ബൈസ് ഓർ ഗുഡ്സ് അല്ലെങ്കിൽ ഹയേഴ്സ് ഓർ അവെയിൽസ് by electronic means or teleshopping, direct selling, multi-level marketing, all comes under this session. So who is not a consumer? അതാണ് ഇനി അടുത്തത്. ആരെല്ലാം കൺസ്യൂമർ ആവില്ല? നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ചിട്ട് എ പേഴ്സൺ ഹു ഒബ്റ്റെയിൻസ് ഗുഡ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഗുഡ്സ് ഫ്രീ ഓഫ് കോസ്റ്റിന് കിട്ടുന്ന ആൾ കൺസ്യൂമർ ആവില്ല. അതുപോലെ തന്നെ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റിന് കിട്ടുന്ന ആൾ കൺസ്യൂമർ ആവില്ല. ദെൻ ഹു അവെയിൽ സർവീസ് അണ്ടർ കോൺട്രാക്റ്റ് ഓഫ് സർവീസ് ആണെങ്കിലും അവർ വരില്ല. കാരണം അവർ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹു ഒബ്റ്റെയിൻസ് ഗുഡ്സ് ഫോർ റീസെയിൽ ഓർ ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ്. സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ സർവീസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അവെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വരില്ല. അതായത് വാണിജ്യ ആവശ്യത്തിനോ കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ആണ് നമ്മളൊരു വസ്തു വാങ്ങിക്കുന്നതുണ്ടെങ്കിൽ അയാളെ കൺസ്യൂമറായിട്ട് കണക്കാക്കില്ല. ഇങ്ങനെ പറയുമ്പോഴും ആരൊക്കെ ഈ വാങ്ങിക്കുന്ന വസ്തു കൊമേഴ്ഷ്യൽ പർപ്പസിനല്ല എന്നുള്ള കാര്യം കൂടെ നമ്മുടെ ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. എക്സ്പ്ലനേഷനിലാണത് പറഞ്ഞിട്ടുള്ളത്. ദ എക്സ്പ്രഷൻ കൊമേഴ്ഷ്യൽ പർപ്പസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് യൂസ് ബൈ എ പേഴ്സൺ ഓഫ് ഗുഡ്സ് ബോട്ട് ആൻഡ് യൂസ്ഡ് ബൈ ഹിം എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ഏണിംഗ് ഹിസ് ലൈവ്ലിഹുഡ് ബൈ മീൻസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴി ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടാണ് ഒരാൾ ഒരു വസ്തു ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളെ കൺസ്യൂമറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്, കൊമേഴ്ഷ്യൽ പർപ്പസസ് എന്ന് പറയില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 കേസസ് നോക്കാം. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലിമിറ്റഡ് വേഴ്സസ് NP തമാൻകർ. ഇത് 1996 കേസാണ്. വെൽ സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്. നാഷണൽ കമ്മീഷൻ വരെ അപ്പീൽ പോയതാണ്. നാഷണൽ കമ്മീഷൻ പറഞ്ഞു ദ പർച്ചേസർ ഓഫ് എ കാർ ആസ് എ മീൻസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ ഏണിംഗ് ഹിസ് ലൈവ്ലിഹുഡ് ഈസ് എ കൺസ്യൂമർ ആൻഡ് ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു സീക്ക് റിലീഫ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, if a person buys any car or a photostat machine or sewing machine for self-employment, he is a consumer and he can seek remedy from consumer commission. So next case എന്ന് പറയുന്നത് സ്റ്റെർലിംഗ് കമ്പ്യൂട്ടർ വേഴ്സസ് PR കുട്ടി. ഈ കേസിൽ നാഷണൽ കമ്മീഷൻ പറഞ്ഞു ഇദ്ദേഹത്തിനെ കൺസ്യൂമറായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം the complainant purchased a computer for his personal use, which was to be used by his office staff for the purpose of business. The complainant was a contractor by profession. The computer was not being used to earn his livelihood. The computer did not work properly from the very beginning, so he filed a case before Consumer Forum. The National Commission and it appealed to National Commission, and the National Commission held that the computer was purchased for commercial purpose. കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി തന്നെയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അദ്ദേഹം ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹി കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ കൺസ്യൂമർ. സോ ദ കോർട്ട് ഡിസ്മിസ് ദ കംപ്ലൈൻറ്റ്. ഐ തിങ്ക് ദ പോയിൻ്റ് ഈസ് ക്ലിയർ അബൌട്ട് മീ. ഐ എം Reshma Soman N. Thank you for listening. See you.